സാറേ, ഗുഡ് മോർണിംഗ് സാറേ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഫൈനലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡക്റ്റിനെ പറ്റിയും അതേപോലെ തന്നെ ആ, നമ്മുടെ ആ ഹൈറ്റിൻ്റെ കാര്യവും ഇതിനെപ്പറ്റി ഒന്ന് സ്പീഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറ്. ഡക്റ്റിൽ എന്താണ് കാതലായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ 4 ടണ്ണിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴേ 4 ടണ്ണിൻ്റെ അനുസൃതമായിട്ട് ഡക്റ്റിൻ്റെ ഡയമീറ്ററിൽ അല്ലെങ്കിൽ ലെങ്ത്തിലും ഹൈറ്റിലും എല്ലാം വ്യത്യാസം വന്നു. അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ നമ്മൾ ഒരു പ്ലീനം ബോക്സ് വെച്ചായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ഈ 11 ടണ്ണിൻ്റെ ഒരു മെഷീന് പ്ലീനം ബോക്സ് വരുമ്പം അവിടെ സ്റ്റാറ്റിക് പ്രഷറിന് ഇഷ്യൂസ് വരുന്നില്ല. പക്ഷെ 4 ടണ്ണിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പ്ലീനം ബോക്സ് വരുമ്പം അതിൻ്റെ സ്റ്റാറ്റിക് പ്രഷറിനകത്ത് ഡിക്രീസ് വരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ ആ മെഷീൻ്റെ മാക്സിമം CFM നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പ്ലീനം ബോക്സ് മാറ്റിയിട്ട് ഇതുപോലെ ഓഫ്സെറ്റ്, അതായത് ഈ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഓഫ്സെറ്റിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഫസ്റ്റ് വന്ന കാതലായ മാറ്റം. ഈ ഓഫ്സെറ്റിലോട്ട്, അതായത് പ്ലീനം ബോക്സ് മാറുന്നു, ഓഫ്സെറ്റ് വരുന്നു. അതൊന്ന്. രണ്ടാമത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ ഞാൻ അതിൻ്റെ ഇത് വിട്ടും ഇതിൻ്റെ ഹൈറ്റും ഒക്കെ ഉള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊന്ന്. ഇത് പോലെ തന്നെ നമ്മുടെ ഇവിടെ കുറച്ച് സമയം കൂടുതലെടുത്തു. ഇവിടെ എന്നാ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഇവിടെ വളരെ സിമ്പിളായിരുന്നു. മെഷീന് പ്ലീനം ബോക്സ് അങ്ങനെയായിരുന്നു പോയത്. ഇപ്പം ഈ ഡക്റ്റുകളെല്ലാം പരമാവധി നമ്മൾ വോളുമായിട്ട് അടുപ്പിക്കുന്നു. അതായത് ഈ ബൾക്ക് ഹെഡിന് മാക്സിമം 60 സെൻറ്റിമീറ്റർ, അതിനപ്പുറം പോകാത്ത രീതിയിൽ കൊണ്ടുവരിക. ഇപ്പം 550 വരുന്നുള്ളൂ, 550 mm വരുന്നുള്ളൂ. എന്നാലും ഞാൻ 60 എന്നാണ് മാക്സിമം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 60 വരുമ്പോൾ നമ്മൾ ഇവിടെയും ആ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എടുത്ത് മാറ്റി. 4 ടൺ ആയതുകൊണ്ട് നമുക്ക് ആ മാക്സിമം CFM കിട്ടാൻ വേണ്ടി പ്ലീനം ബോക്സ് ഉപേക്ഷിച്ചു. മെയിൻ ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ഓഫ്സെറ്റ് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇതുപോലെ എൽബോ വെച്ച് നമ്മുടെ ഫാമിലി റൂമിലോട്ടും അതേപോലെ നമ്മുടെ മേളിലിരിക്കുന്ന ഗസ്റ്റ് റൂമിലോട്ടും സപ്ലൈ പോകുന്നുണ്ട്. അപ്പം ഇത് ഈ ഓഫ്സെറ്റ് കറക്റ്റായിട്ട് നമുക്ക് എടുക്കുമ്പോൾ ഈ മെഷീൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ ബ്രേസിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പം ഇത് കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇവിടെ ടാപ്പറല്ല റെഡ്യൂസർ വെക്കുമ്പം ഈ ആംഗിൾ കിട്ടത്തില്ല. അപ്പോൾ ഈ ആംഗിൾ കിട്ടാൻ വേണ്ടി കുറേ പ്രയാസപ്പെട്ടു. എന്താണേലും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡക്റ്റിനകത്ത് വന്ന വ്യത്യാസം. ഡക്റ്റിനകത്ത് ഇങ്ങനെ ഒരു വേരിയേഷനും പിന്നെ വന്ന വ്യത്യാസം, നമ്മുടെ താഴത്തെ 2 ബെഡ്റൂമിലും നമ്മൾ ആ റിട്ടേൺ എയർ, കാരണം ഈ മെഷീന് ശരിക്കും റിട്ടേണ് ഇവിടുന്ന് കിട്ടും, ഇവിടെ ഇരുന്ന് കിട്ടും, ഈ റൂമിനകത്തിരുന്ന് കിട്ടും. പക്ഷെ ഈ മെയിൻ ബൾക്ക് ഹെഡിലൂടെ വരുന്നതിനെക്കാട്ടിലും വളരെ പെട്ടെന്ന് മെഷീന് സപ്ലൈക്ക് ഉള്ള റിട്ടേൺ എയർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2 ബ്രാഞ്ച് നിർബന്ധമാണ്, ഈ റിട്ടേൺ എയർ. അപ്പോൾ അത് നമ്മൾ ആദ്യം ഈ വാർഡ്രോബിൻ്റെ ഇവിടെയൊക്കെയാണ് ഡിസൈൻ ചെയ്തത്. പിന്നീട് നമ്മൾ ഈ മെഷീൻ്റെ ടണ്ണേജ് കുറഞ്ഞ അനുസരിച്ച് ഈ പറ്റുന്നത്രയും ഇത് മെഷീൻ്റെ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ഡിഫ്യൂസറിലോട്ട് പോയി. അപ്പം ടോട്ടൽ നമുക്ക് ആ ഡക്റ്റിൻ്റെ ഇതിനകത്ത് ഒരു 20,000 രൂപയ്ക്കടുത്ത് വീണ്ടും ബഡ്ജറ്റ് കൂടിയിട്ടുണ്ട്. അതെന്നാന്ന് പറഞ്ഞാൽ ഈ സപ്ലൈ ഡക്റ്റ്, ഈ റിട്ടേൺ ഡക്റ്റ്, അതേപോലെ തന്നെ ഈ പ്ലീനം മാറിയിട്ട് ഇവിടെ കുറേ ഓഫ്സെറ്റും അതേപോലെ എൽബോയും കയറി വന്നു. ഈ മെയിൻ വ്യത്യാസം വന്നത് ഈ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ യൂണിറ്റിലാണ്. അപ്പം എന്താണേലും മെഷീൻ്റെ എഫിഷ്യൻസി പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ സാറേ, ഇതാണ് ഫസ്റ്റ്. ഇനി സെക്കൻഡ്, സാറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് എല്ലാ റൂമിനകത്തും നമ്മൾ ഈ പൗഡർ റൂം അല്ലെങ്കിൽ ഡ്രസ്സിങ് റൂം ഒഴികെ ബാക്കിയുള്ള എല്ലായിടത്തും നമുക്ക് ഞാൻ 305 സെൻറ്റിമീറ്റർ, 305 സെൻറ്റിമീറ്റർ, ടൈൽസിന് ഒരു 5 സെൻറ്റിമീറ്ററും പോയാലും 10 അടി ഉറപ്പായിട്ടും കിട്ടും. ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ വീണ്ടും ഒരു 5 സെൻറ്റിമീറ്ററും കൂടെ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടത്തേ ഉള്ളൂ.
അപ്പം ആ ആ രീതിയിൽ എല്ലാ ഇപ്പം ബെഡ്റൂമിനകത്ത് ഇവിടെ ആണേലും ഈ സപ്ലൈ നമുക്ക് മേളില് ഇതുപോലെ ബ്രാഞ്ച് എടുത്തിട്ട് അതേല് നമുക്ക് ഈ ഡിഫ്യൂസർ വെച്ചിരുന്നെങ്കിൽ ഇത്രയും ഓഫ്സെറ്റും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അപ്പോഴും വ്യത്യാസമുണ്ട്. ഇവിടെ കുറയുമ്പോൾ ഈ സപ്ലൈ ഡക്റ്റിന്റെ ഇത് കൂടും. ഡിഫ്യൂസർ സാധാരണ ഗ്രില്ലിനെക്കാട്ടിലും വീണ്ടും ബഡ്ജറ്റ് കൂടുതലാണ്. അപ്പൊ എന്തായാലും അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഈ പഴയ രീതിയിൽ തന്നെ നിലനിർത്തി. ഇതിന്റെ ഹൈറ്റ് സാറിന് എല്ലാ ബെഡ്റൂമിലും നമ്മള് കണ്ടു. ഇത് 315 ഈ ഞാനിതിന്റെ വേറൊരു ലേഔട്ട്, ആ ലേഔട്ട് ഒരു നമ്മള് ഒരു സ്ക്രീൻഷോട്ട് പോലെയാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. കാരണം ഈ പല ഹൈറ്റും പല മുറിയും ഒക്കെ ആയതുകൊണ്ട് നോർമൽ ലേഔട്ട് ചെയ്യുന്ന പോലെ ചെയ്യാൻ വലിയ പ്രയാസമായിരുന്നേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മുടെ ഡിസൈനറിനെ ഞാൻ നേരിട്ട് പോയി കണ്ടായിരുന്നു സാറേ. കാരണം ഈ കോംപ്ലിക്കേഷൻ ഒക്കെ പിന്നീട് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ പറയുവാണെങ്കിൽ ഇഷ്യൂസസ് വരാതിരിക്കാൻ വേണ്ടി ഒരു ആശയവിനിമയം കറക്റ്റ് ആകാൻ വേണ്ടി നേരിട്ട് പോയി സംസാരിച്ചായിരുന്നു. അപ്പം അവരുടെ ഡിസൈനകത്ത് ഈ ബൾക്ക് ഹെഡ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ബൾക്ക് ഹെഡ് വരുന്നുണ്ട്, ഇതിനകത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു ഇതല്ലാതെ വേറെ വഴികളില്ല. അപ്പം ഇങ്ങനെ നിങ്ങൾ ബൾക്ക് ഹെഡ് ഇങ്ങനെ ചെയ്തു, നിങ്ങൾ ബൾക്ക് ഹെഡും പോട്ടെ, നിങ്ങൾ ഡക്ട് മാക്സിമം ഹൈറ്റിൽ പൊക്കി ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ 10 അടി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരുന്നു. ബാക്കി അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ആ ഡിസൈനിനകത്ത് കറക്ഷൻ വരുത്തിക്കോളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് സാറേ. അപ്പം ഇതാണ് നമ്മുടെ ഡക്റ്റിനകത്ത് ഫൈനലായിട്ടുള്ള. ഈ ഡക്റ്റിന്റെ ഒക്കെ നേരത്തെ നമ്മൾ വിട്ടൊക്കെ കൂടുതലായിരുന്നു. ഇപ്പൊ ഇതെല്ലാം വിട്ട് കുറച്ചിട്ടുണ്ട്. എല്ലാം 60 സെന്റിമീറ്ററിനകത്ത് വരും. 550, 400 ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ വരും. മാക്സിമം പോയാൽ 60, അതിനപ്പുറം ഒരിക്കലും പോകത്തില്ല. ചില എൽബോ ഒക്കെ എടുക്കുമ്പോഴേ ഇഷ്യൂസസ് വരാൻ സാധ്യതയില്ല. എന്നാൽ പോലും ഞാൻ ഒരു 550 തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ 550 ആണ്, 550 ആയിരിക്കും, 550 ആണ്. അപ്പം അങ്ങനെയാണ് ഈ ഡക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഡൈനിങ് റൂം, ഇത് സാറിൻ്റെ ബാക്ക് സൈഡിലത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം, ഇത് നമ്മുടെ ലിവിങ് റൂം, ഫോർമൽ ലിവിങ് റൂം, ഇത് ആ ഫാമിലി റൂം. സമയം കുറച്ച് കൂടുതൽ പോയത് ഈ ഫസ്റ്റ് ഫ്ലോറിലായി പോയി. ഫസ്റ്റ് ഫ്ലോർ നേരത്തെ ഭയങ്കര എളുപ്പമായിരുന്നു ഡിസൈനിങ്. അത് കഴിഞ്ഞപ്പം ഈ നമ്മൾ ഈ ബൾക്ക് ഹെഡിന്റെ ഒക്കെ മാക്സിമം വിട്ട് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും അതേപോലെ തന്നെ ആ പ്ലീനം ബോക്സ് പോയി കഴിഞ്ഞാലേ നമ്മുടെ ആ മെഷീന്റെ CFM അല്ലെങ്കിൽ പ്ലീനം എന്താണല്ലോ ഒരു 400 CFM അതെടുക്കും. 400 മുതൽ 800 CFM വരെ അതെടുക്കും. അപ്പം മെഷീൻ 4 ടണ്ണും കൂടെയാണ്. അപ്പോൾ എല്ലായിടത്തും ഒരേ സപ്ലൈ വരുമ്പോഴേ ആ CFMന്റെ ഡ്രോപ്പ് വരുമ്പം ആ കൂളിംഗ് എഫിഷ്യൻസിയെ അത് ബാധിക്കും. അതിനുവേണ്ടിയാണ്. നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഡക്ട് ഡിസൈൻ ചെയ്യാൻ. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം, ഇതാണ് നമ്മുടെ മേളത്തെ ബെഡ്റൂം. ഓക്കെ സാർ, താങ്ക് യു.